വാലന്റൈൻസ് ഡേ ഒക്കെ വരെയല്ലേ, കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. എല്ലാ തവണയും ഡയറി മിൽക്ക് മാത്രമാണ് കൊടുക്കുക. ഇത്തവണ വെറൈറ്റിക്ക് ഒരു ബൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സാധാ റോസാപ്പൂടി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന സംഭവമാണ്. ലൈറ്റ് ക്ലീനർ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം ഇത് കിട്ടി. ഇന്നലെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഇത് ഇന്നലെ ഡെലിവറി. അപ്പം ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാമെന്നാണ്. ഞാൻ ഇതുവരെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല, ശരിയാവുമെന്ന്. എന്നാലും നോക്കി നോക്കാം. ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും പറയില്ല, ചെയ്ത് നോക്കാം. വലിയ തന്നെയൊന്നും കാണില്ല, ഞാനല്ലേ ഉണ്ടാക്കണം. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യം ബൊക്കയുടെ സൈഡിൽ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മോനും കൂടെ വന്നിരുന്നു. അങ്ങനെ പിന്നെ ഞാനും അവനും കൂടെ 2 പൂ തന്നെ ഉണ്ടാക്കി. 2 പൂ ഉണ്ടാക്കി കഴിഞ്ഞതും അവന് മടുത്ത്, അവന് കളിക്കാൻ പോകണം. പിന്നെ അവൻ അതും കൊണ്ട് അവൻ അങ്ങ് പോയി. പിന്നെ ഞാൻ വലിയ പൂവെന്ന് പറയുമ്പോൾ ലില്ലി പൂവില്ലേ, അതാണ് ഉണ്ടാക്കണേ. ആദ്യം ഇതളുകൾ ഉണ്ടാക്കി. എന്നിട്ട് ഇതുവരെ ചെയ്യാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, നല്ല എളുപ്പമുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. വീഡിയോ നോക്കി ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത് എന്നെക്കൊണ്ട് എത്ര ചെയ്തിട്ടും പറ്റണില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പൂവിൻ്റെ ആ ഷേപ്പ് വരാൻ ഇത്തിരി പാടായിരുന്നു. കുറച്ച് നേരം ഇരുന്ന് പണിയേണ്ടി വന്നു. വീഡിയോയിൽ കാണാൻ വലിയ കുഴപ്പമില്ലെങ്കിലും അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയുണ്ടായിരുന്നു. അത് ഒരു വശത്തുനിന്ന് ശരിയാക്കി വരുമ്പോൾ അടുത്ത വശത്തോട്ട് പോകും, അങ്ങനെ സെറ്റാവണില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ അത് ചെയ്തെടുത്ത് പിന്നെ ഒരു എല്ലാവരും കൂടെ ചെയ്ത് എന്നിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ച് നോക്കി ചെയ്യണോണ്ട് വലിയ കാര്യമുണ്ടോ എന്നുള്ള രീതിക്ക്. പിന്നെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ പിന്നെ കുറച്ചുകൂടെ 6 പൂക്കൾ കൂടെ പിന്നെ ഉണ്ടാക്കി. എന്നിട്ട് വീണ്ടും വെച്ച് നോക്കി, കുഴപ്പമില്ല, നോക്കാം. അപ്പോഴേക്കും ചേട്ടൻ വന്ന്. ചേട്ടൻ കണ്ട് അന്ന് ഇവിടെ ഉണ്ടാവില്ല, നാട് വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പൂ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചേ, വൈറ്റ്, യെല്ലോ, റെഡ്. പക്ഷേ റെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പൈപ്പ് ക്ലീനർ തികഞ്ഞില്ല. അപ്പം ഞാൻ പിന്നെ ഈ കളറിൽ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് ബൊക്ക കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ ഇത് റാപ്പ് ചെയ്ത് ശരിയായില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ അത് പറ്റൂല, ഇത്തവണ എങ്ങനെയെങ്കിലും ശരിയാക്കിയേ പറ്റൂന്ന് വെച്ചിട്ട് അത് നന്നായിട്ട് ഒരു വീഡിയോ നോക്കി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇത് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊന്നും അറിഞ്ഞൂടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു വിധം ചെയ്ത് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് എളുപ്പമായിട്ടാണ് തോന്നിയത്. നിങ്ങളെ കൊണ്ട് പറ്റണമെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ. എത്ര വീഡിയോ എടുത്തിട്ടും എനിക്കൊരു സമാധാനം ഇല്ല. കൊള്ളാമോ കൊള്ളൂലേ? ഞാൻ ഒരു ഡയറി മിൽക്ക് കൂടെ വാങ്ങി കേട്ടോ. എല്ലാ തവണയും ഡയറി മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷെ ഇത്തവണ വേറെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ചെറുതായിട്ടൊരു നോട്ട് എഴുതി. എന്നിട്ട് ഈ കാർ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലവരുടെ ഡ്രീം കാർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ അതും ചുമ്മാ തപ്പിയപ്പോൾ അത് കിട്ടി. അപ്പോൾ പിന്നെ അതും സെറ്റാക്കി. അപ്പോൾ മോന് വേണം അത്. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ വേറെ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ട് ഇത് എൻ്റെ ഡ്രോയിങ് ബുക്കാണ്. ഞാൻ എന്തെങ്കിലും വരയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ, പക്ഷേ ഇതുവരൊന്നും വരച്ചില്ല. അപ്പോൾ അതിൻ്റെ പേപ്പർ നല്ല കട്ടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ലെറ്റർ പോലെ എഴുതാൻ വിചാരിച്ചു. അങ്ങനെ എഴുതാൻ തുടങ്ങി, ചിരിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി. അവസാനമൊക്കെ അപ്പോൾ എനിക്ക് സങ്കടം, കുറച്ചേരം ഇരുന്ന് കരഞ്ഞ് എന്താ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ലെറ്റർ എഴുതി. എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇവിടെ എന്താണ് കാണിക്കുന്നത്. എൻ്റെ മൈൻഡ് ഞാൻ പറയാം. നമ്മൾ ചിലവരില്ലേ ഈ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം മാത്രം ജീവിക്കുക, ഒരു മാസം മാത്രം ജീവിക്കുക ഒരുമിച്ച്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം തരുന്ന, അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓരോ നിമിഷവും നമ്മളത് എൻജോയ് ചെയ്യണം. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം കളർഫുള്ളാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാനെപ്പോഴും എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണെങ്കിലും വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് എന്നിട്ട് എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് സൈഡൊക്കെ ഇങ്ങനെ കത്തിച്ച് നോക്കി. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ആക്കി. അത്ര വരുമോ? അത് തിന്നാൻ പറ്റില്ല, കാണാൻ മാത്രമേ പറ്റുള്ളൂ. തിരിച്ച് കൊറേ പേർക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ, തുറക്കാറുണ്ട് ഇതുവരെ. ഞാൻ പോലും വാങ്ങി തന്നിട്ടില്ല. അങ്ങനെ ഇതിലൊക്കെ എഴുതിയിരിക്കണോ, വായിക്കണുണ്ടോ? അതാണ് ഞാൻ ഫ്രിഡ്ജ് തുറക്കുമ്പോ ഇടക്കിടക്ക് എന്തിനു തുറക്കണേ അല്ലേ?
ഞാൻ അതുകൊണ്ട് മാറ്റി വെച്ചു താഴോട്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോഴപ്പോഴത് കൊടുക്കുമല്ലോ. ആണോ? വേണം വേണം. വേണം മോനെ. ഹാർട്ട് തന്നെ വേണം മോനെ. ഒരു ഹാർട്ട് തന്നെ വേണം. കഴിച്ചോ? തീർന്നില്ലേ? നിങ്ങളെ ഫേവറേറ്റ് വലുത് വാങ്ങാതെ പൈസ എന്റെ പെട്ടെന്ന് പൊട്ടിയിരിക്കും. എത്ര ഇതെനിക്ക് എനിക്കുള്ളത് നിനക്കല്ല. അച്ഛന് വേറെ എടുത്തേരാ അമ്മ. ഇതുകൊണ്ട് അമ്മ ഉണ്ടല്ലോ അച്ഛന്. അത് നിനക്ക് ഇതെനിക്ക്. സ്ഥലം വിട് പോ. എന്റെ അമ്മ എനിക്കയ്യ. എന്റെ പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര വായിച്ചിട്ടില്ല. വായിച്ചോ സത്യമായിട്ട്? ഇടയ്ക്കത്രയൊക്കെ വായിച്ചു. എന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഓ ഫയല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം. ഇനി ഇപ്പൊ മൂടില്ല. പിന്നെ പിന്നെ സൗകര്യമായിട്ടൊന്ന് വായിക്കാം. സമാധാനത്തിൽ ആസ്വദിച്ച് വായിക്കാം. ഇതൊക്കെ എങ്ങനെയുണ്ട്? നോട്ട്സ് ഒക്കെ ഉണ്ട് എല്ലാം വിശദമായിട്ട് ഞാൻ പഠിക്കും. വിശദമായിട്ട് പഠിച്ചിട്ട് ഫയല് പാസ് ചെയ്ത് വിടണം കേട്ടാ. ഇതാണോ ചേട്ടാ എൻ്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്? ഇതെന്തായാലും കാണാം. ഫോണിൻ്റെ പൗച്ച്. എല്ലാവരും ചോക്ലേറ്റ് ആണ് വാങ്ങി കൊടുക്കാറ്, നമുക്ക് ഫോൺ പൗച്ച്. ചോക്ലേറ്റ് തിന്ന് തീരില്ലേ? ഫോൺ പൗച്ചാകുമ്പോൾ ഉപയോഗിച്ചോണ്ടിരിക്കുകയാണ്. അത് ശരിയാണ്. പിന്നെ എനിക്കിത് അത്യാവശ്യമാണ്. നിങ്ങളെനിക്കിത് എന്ന് വാങ്ങി തന്നെ? സെപ്റ്റംബറിലെ ആനിവേഴ്സറിക്ക്. ഇപ്പം തന്നെ താഴെല്ലാം പൊട്ടി. അപ്പം എനിക്കിത് അത്യാവശ്യമാണ്. അപ്പം തന്നെ ഇടാം. അത്ര സൂക്ഷിപ്പായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോയി. ഇതില്ല. ഇങ്ങനെ താങ്കളത് ശ്രദ്ധിച്ചില്ലേ? എന്തോന്ന് ഇത് പറയണേ? വയർലെസ് ചാർജിങ്. ഇതെന്തോ ബുക്കാ? എനിക്കിഷ്ടപ്പെട്ടു ചേട്ടാ, എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും ഒരു മുട്ടായി വാങ്ങിച്ചു തരായിരുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ കാർട്ടിൽ ഇട്ടിരുന്നാ മതിയോ? ഇനി അത് ട്രൈ ചെയ്യാം കേട്ടോ. കാർട്ടിൽ ഇട്ടിരിക്കാം. നിങ്ങൾ എനിക്ക് വാങ്ങി തന്നെ. പിന്നെ ഇത് നിങ്ങൾ അല്ലാതെ വാങ്ങി തന്നല്ലേ, അതിൽ നോക്കി. അപ്പം ഞാൻ ഇനി എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കാർട്ടിൽ ഇട്ടിരിക്കാം. ബുക്കൊക്കെ ആയിട്ട് പഠിക്കാനെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു. ചുമ്മാ വായിക്കാം. എനിക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വാങ്ങിത്തരും ബുക്ക്. അതെന്ത് പൈസ ചിലവായ? ഇന്നാൾ വാങ്ങി തന്നേക്കെ ഞാൻ വായിച്ച്. നീ ഇത് ഉടനെ തന്നെ വായിച്ചിട്ടിരിക്കാം. വായിച്ച് തീർന്നതും അടുത്ത് വാങ്ങി തരണം. ഓക്കെ, വാങ്ങി തരുമല്ല? ഞാൻ ഇതെങ്ങനെ വായിച്ചത് നിങ്ങൾ അറിയും? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. PSC പുസ്തകം ക്വസ്റ്റ്യൻ ചോദിക്കും. ഇഷ്ടപ്പെട്ടു. ഒന്നും പറയില്ല താങ്കൾക്ക്? ഇതിനെപ്പറ്റി ഒന്നും പറയില്ല? ഇത് നല്ല ഒരു ഇതാണ്.